Hi students, welcome to Beauty of Max. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ സ്പേസ് ആർ എൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അതിൽ എന്താണ് വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സ്പേസുകളെ പറ്റി ഒന്ന് അറിയണം. അതായത് എന്താണ് ആർ എൻ എന്നുള്ളത് അറിയണം. ആർ എൻ പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ R2 തുടങ്ങണം. എന്താണ് R2 എന്നറിയണം. അതിലെ എലമെൻറ്റ് എന്താണ്, എലമെൻറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള എലമെൻറ്റ്സാണ് R2 വരുന്നത്. സിമിലർലി അതുപോലെ തന്നെ R3 എന്താണ്, R3 അതിലെ എലമെൻറ്റ്സ് എന്താണ്, എക്സെട്ര RN എന്ന് വെച്ചാൽ എന്താണ്. ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയണം. അതുപോലെ തന്നെ ഈ ഓരോ സ്പേസിലെയും ഇപ്പം R2 ആയാലും അല്ലെങ്കിൽ R3 ആയാലും ഈ R2 R3യുടെ സബ്സെറ്റുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ആ സബ്സെറ്റുകളുടെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അറിയണം. ഒരു R2 ഒരു സബ്സെറ്റ് എന്ന് കഴിഞ്ഞാൽ അത് R2 എന്തിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, R3 ഒരു സബ്സെറ്റ് എന്ന് കഴിഞ്ഞാൽ R3 എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് വെക്റ്റർ സ്പേസ് പോലെയുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അന്നേരം ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. എ പോയിൻ്റ് ഇൻ two-dimensional space is represented by an ordered pair of real numbers x is equal to x1, x2. അന്നേരം 2-dimensional സ്പേസിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് പെയറാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഓർഡേർഡ് പെയറിനെയാണ് നമ്മൾ 2-dimensional സ്പേസിൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഇത്തരത്തിലുള്ള ഏത് പോയിൻറ്റും എന്താണ്, 2-dimensional സ്പേസിൽ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു ഓർഡേർഡ് പെയറാണ്. ഈ ഓർഡേർഡ് പെയറിൽ മൊത്തം രണ്ട് കമ്പോണൻസാണ് ഉള്ളത്. ഒന്ന് x1, മറ്റൊന്ന് x2. ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അത് പ്രധാനമായിട്ടും ഒന്ന് ഓർത്തിരിക്കുക, റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1, 2 ഇതൊരു 2-dimensional സ്പേസിലൊരു പോയിൻ്റാണ്. കാര്യം ഇതൊരു ഓർഡേർഡ് പെയറാണ്. രണ്ട് കമ്പോണൻറ്റേ ഉള്ളൂ. എന്നിട്ട് രണ്ട് കമ്പോണൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് എവിടത്തെയാണ്, R2 എന്ന് മനസ്സിലാക്കണം. 2-dimensional സ്പേസ് അതാണ് R2 എന്ന് പറയുന്നത്. R2 അല്ലെങ്കിൽ XY പ്ലെയിൻ. ഓക്കെ, അന്നേരം ഇതൊരു R2 അല്ലെങ്കിൽ 2-dimensional സ്പേസിൽ ഒരു പോയിൻ്റാണ്. -1, -4 ഇതൊരു 2-dimensional സ്പേസിലെ പോയിൻ്റാണ്. കാര്യം ഇതൊരു ഓർഡേർഡ് പെയറാണ്, റിയൽ നമ്പേഴ്സാണ്. ക്ലിയർ ആണല്ലോ. സച്ച് ആൻ ഓർഡേർഡ് പെയർ വിൽ ബി കോൾഡ് എ 2-dimensional വെക്റ്റർ. ഇത്തരത്തിൽ ഏതൊരു ഓർഡേർഡ് പെയർ നിങ്ങൾ 2-dimensional സ്പേസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതൊരു 2-dimensional വെക്റ്ററാണ്. ഓക്കെ, അന്നേരം 2-dimensional വെക്റ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ 2-dimensional സ്പേസിൽ നിന്ന് ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിൻ്റ് ഒരു 2-dimensional വെക്റ്റർ തന്നെയാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മെട്രിക്സ് ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇപ്പം x1, x2 ഞാനിപ്പോൾ പറഞ്ഞു ഇതൊരു പോയിൻ്റ് ആണല്ലോ, ഓർഡേർഡ് പെയർ ആണല്ലോ R2. അതൊരു വെക്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു. വെക്റ്റർ ആകുമ്പോഴത്തേക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത്തരത്തിലാണ്, മെട്രിക്സ് ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് കോളം ബേസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, കോളം x1, x2. ഓക്കെ, ഇതിന് റോ ബേസിലും റെപ്രസെൻ്റ് ചെയ്യാൻ പ്രശ്നമില്ല. ഓക്കെ, കോളം ബേസ്ഡ് അല്ലെങ്കിൽ റോ ബേസ്ഡ് റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ കോളം ബേസിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റിൽ അങ്ങനെയാണ്. ഓക്കെ, മറ്റ് പല ടെക്സ്റ്റുകളിലും ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കും. അന്നേരം മനസ്സിലാക്കേണ്ട കാര്യം 2-dimensional സ്പേസിൽ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു വെക്റ്ററാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് R2 ഈക്വൽ ടു 2-dimensional സ്പേസ്, അതാണ് R2 എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള R2 ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു വെക്റ്ററാണ്. അങ്ങനെയെങ്കിൽ R2 എലമെൻ്റ് ഫോം എന്ന് പറയുന്നത് വെക്റ്റേഴ്സിൻ്റെ കളക്ഷനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്ന R2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ്. ദാറ്റ് മീൻസ് എക്സ് മീൻസ് R2 എലമെൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി അത് ഡിഫൈൻ ചെയ്യുന്നതാണ് സച്ച് ദാറ്റ്, നിങ്ങൾ സെറ്റ് നൊട്ടേഷനൊക്കെ അറിയാമല്ലോ, സെറ്റ് ബിൽഡർ ഫോം, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന R2 എലമെൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സ് എന്ന് വെച്ചാൽ എന്താണ്, അതാണ് ഡിഫൈൻ ചെയ്യുന്നത്. സച്ച് ദാറ്റ് രണ്ട് കുത്തിട്ടു. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ ഈ ഫോമിലുള്ള വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ. ഓക്കെ, അതായത് മെട്രിക്സ് x1, x2. നമ്മൾ മെട്രിക്സ് എന്നല്ല വായിക്കുന്നത്, വെക്റ്റർ എന്നാണ് വായിക്കുന്നത്. വെക്റ്റർ x1, x2. ഓക്കെ, x1 ഉം x2 എന്താണ്, റിയൽ നമ്പേഴ്സാണ്. ഇത്തരത്തിലുള്ള ഏത് വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും, രണ്ട് കമ്പോണൻ്റുള്ള ഏത് വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ബിലോങ് ചെയ്യുന്നത് R2 ഇതാണ് R2 എന്ന് പറയുന്നത്, വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ, രണ്ട് കമ്പോണൻസ് ഉള്ള വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. സിമിലർലി ഇൻ R3 ഇതേപോലെ തന്നെയാണ് R3 എന്ന് പറയുന്നത്. R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R3 പോയിൻറ്റ്സ് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ R3 പോയിൻറ്റ്സ് ആകുമ്പോഴത്തേക്ക് 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും.
ഓക്കെ, ഇത്തരത്തിലുള്ള ഏത് ഏത് പോയിൻറ്റ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ പോയിൻറ്റ്സ് എല്ലാം R3 ഒരു വെക്ടറാണ്, 3 ഡയമെൻഷണൽ വെക്ടറാണ്. ഓക്കെ, R2 പറഞ്ഞ അതുപോലെ തന്നെയാണ്. ഓക്കെ, ആ വെക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത്തരത്തിലായിരിക്കും. ഓക്കെ, x1 x2 x3 എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3, ഓക്കെ, അല്ലെങ്കിൽ -1 2 3, അല്ലെങ്കിൽ -1 -2 5, ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ്, ഇതെല്ലാം R3 വെക്ടേഴ്സാണ്. ഓക്കെ, 3 കമ്പോണൻസ് ഉള്ളതായിരിക്കും R3 വെക്ടേഴ്സ്. അന്നേരം അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? R3 ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എന്ന് പറയുന്നതാണ് R3 വെക്ടർ എന്ന് പറയുന്നത്. ആ വെക്ടർ ഏത് ഫോമിലാണ്? അതാണ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഫോമിലായിരിക്കും 3 കമ്പോണൻസ് വരുന്നത്. ഓക്കെ, ആ 3 കമ്പോണൻസ് എന്ന് പറയുന്നത് x1 x2 x3 എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇതാണ് R3 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സിമിലർലി അങ്ങനെയെങ്കിൽ ഇൻ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? Rn, ഇപ്പോൾ R2 പറഞ്ഞു, R3 പറഞ്ഞു, Rn n സ്പേസ് ആകുമ്പോഴത്തേക്ക് n സ്പേസിലെ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും മൊത്തം n കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, n കമ്പോണൻസ് എക്സെട്ര n കമ്പോണൻസ്. ഓക്കെ, ഏതൊരു പോയിൻ്റ് Rnൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു വെക്ടറായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. n സ്പേസിൽ Rnൽ, അതായത് n സ്പേസിൽ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു വെക്ടർ തന്നെയാണ്, n ഡയമെൻഷണൽ വെക്ടറാണ്. ഓക്കെ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത്തരത്തിലായിരിക്കും. n കമ്പോണൻസ് കാണും, x1 x2 എക്സെട്ര xn, ഇത്രയും കമ്പോണൻസ് ഉള്ള വെക്ടർ, അത് n കമ്പോണൻസ് ഉള്ള വെക്ടർ. ഓക്കെ, ഇതാണ് Rnലെ വെക്ടർ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ R2 ഡിഫൈൻ ചെയ്തു, R3 ഡിഫൈൻ ചെയ്തു, അതുപോലെ തന്നെ സിമിലർലി Rn എന്ന് പറയുന്നത് അത്തരത്തിലാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് n കമ്പോണൻസ് ഉള്ള വെക്ടേഴ്സ് ആയിരിക്കും. ഈ ഓരോ കമ്പോണൻസും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇതാണ് ആദ്യം നമ്മൾ അറിയേണ്ട സെറ്റ്. Rnനെ പറ്റി വ്യക്തമായിട്ട് അറിയണം എന്ന് പറഞ്ഞ കാര്യം അതാണ്. അന്നേരം Rn, R2, R3, R4 എക്സെട്ര Rn എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിലായിക്കണം അതിലെ എലമെൻറ്റ്സ് വെക്ടേഴ്സാണ്. ഈ ഫോമിലാണ് അവയുടെ വെക്ടേഴ്സിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം ഇനി അങ്ങോട്ട് പലയിടത്തും നമ്മളങ്ങോട്ട് കംപ്ലീറ്റ് പഠിക്കുമ്പോഴത്തേക്ക് R2 R3 R5 എന്നൊക്കെ ഇങ്ങനെ കാണും. അന്നേരം മനസ്സിൽ ഓടിയെത്തണം ഇതാണ് സംഗതി എന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അറിയണമെന്ന് പറഞ്ഞത്. ഓക്കെ, അന്നേരം ഇതൊക്കെയാണല്ലോ. ഇനി അടുത്ത നമ്മൾ R2ലും R3ലും ഒക്കെ ഒരു വെക്ടറിനെ എങ്ങനെയാണ് ജോമെട്രിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, വളരെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. +1 ഫിസിക്സിലും +2 മാത്സിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ദ ജോമെട്രിക് വെക്ടർ V in R2 can be uniquely expressed as a directed line segment OP with initial point at the origin and with terminal point P. ഓക്കെ, അതായത് ജോമെട്രിക് വെക്ടർ V R2ലെ ഒരു വെക്ടറാണ് V. ഓക്കെ, R2ലെ ഒരു വെക്ടറാണ് V എന്ന് പറയുന്നത്. ഓക്കെ, ആ V എന്ന് പറയുന്ന വെക്ടറിനെ എങ്ങനെയാണ് ജോമെട്രിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻ്റ് ആയിട്ടായിരിക്കും ആ വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. V എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, വെറും ഒരു ലൈൻ സെഗ്മെൻ്റ് അല്ല, ഡയറക്റ്റഡ്, അതായത് ഡയറക്ഷൻ കൂടിയുണ്ട്. കാര്യം വെക്ടർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ തന്നെ പറയുന്നത് എന്താണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അന്നേരം ഇതൊരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്, ഒരു ആരോ കൂടി കൊടുത്തു. ഓക്കെ, അത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് OP എന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് O, എൻഡിങ് പോയിൻറ്റ് P. ഓക്കെ, അത് O എന്ന് പറയുന്നത് ഒറിജിനും P എന്ന് പറയുന്നത് ടെർമിനൽ പോയിൻറ്റും, അത് ആരോ. ഓക്കെ, ആ എൻഡ് ചെയ്യുന്ന പോയിൻ്റ് വെക്ടർ. ഓക്കെ, ഇത്തരത്തിലാണ് 2 സ്പേസിലെ ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ജോമെട്രിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് P എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ AB ആണെന്ന് വിചാരിക്കുക. P എന്ന് പറയുന്ന പോയിൻ്റ് AB ആണെന്ന് വിചാരിക്കുക. ഓക്കെ, P എന്ന് പറയുന്ന പോയിൻ്റ് AB ആണെന്നുണ്ടെങ്കിൽ ഈ വെക്ടർ എന്തായിരിക്കും? വെക്ടർ AB ആയിരിക്കും. കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. R2ലെ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു വെക്ടറാണ്. ഇപ്പോൾ x1 x2 എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു വെക്ടറാണ്. എന്താണ് വെക്ടർ x1 x2? അന്നേരം AB എന്ന് പറയുന്ന പോയിൻ്റാണ് ഈ P എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വെക്ടർ ഇവിടെ ഫോം ചെയ്ത V എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ AB ആയിരിക്കും. ഓക്കെ, ഇതേപോലെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ 1 2 എന്ന് പറയുന്നൊരു പോയിൻ്റ് ഞാൻ എടുക്കുന്നു. ഓക്കെ, x1 y2. ഓക്കെ, ഇതാണ് ആ പോയിൻ്റ് 1 2 എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് വിചാരിക്കുക സപ്പോസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 1 2 എന്ന് പറയുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ എന്താണ്? വെക്ടർ 1 2 ആണ്. അതെങ്ങനെയാണ് വരയ്ക്കുന്നത്? ഒറിജിനിൽ നിന്നും ആ പോയിൻറ്റിലോട്ടൊരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഇതാണ് വെക്ടർ 1 2 എന്ന് പറയുന്നത്. വെക്ടർ 1 2 എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിനിൽ, എൻഡ് ചെയ്യുന്നത് 1 2 എന്ന് പറയുന്ന പോയിൻറ്റിൽ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ ആണല്ലോ.
ഇതുപോലെ തന്നെ സിമിലർലി 3 സ്പേസിനും ഇതുപോലെ തന്നെയാണ്, സെയിം സാധനം. അവിടെ പോയിൻ്റ് ഒരു കമ്പോണൻ്റ് കൂടി അധികം വരുന്നേ ഉള്ളൂ. അതായത് ഏതൊരു പോയിൻ്റ് എ ബി സി എടുത്തു കഴിഞ്ഞാലും ഒറിജിനിൽ നിന്നും ആ പോയിൻ്റ് വരെയുള്ള ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് വരച്ചാൽ മതി, അതൊരു വെക്ടറായിരിക്കും. അതാണ് വെക്ടർ എ ബി സി. ഓക്കെ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒറിജിൻ ആയിരിക്കും, എൻഡ് ചെയ്യുന്നത് ആ പോയിൻറ്റിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് ജോമെട്രിക് വെക്ടേഴ്സ്. ഓക്കെ, അതിനെ ജോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ വെക്ടേഴ്സിൻ്റെ ആഡിഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പഴയ കാര്യങ്ങൾ. ആഡിഷൻ, 2 വെക്ടേഴ്സിൻ്റെ ആഡിഷൻ നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇപ്പം യു എന്ന് പറയുന്ന ഒരു വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 1 2 3. വി എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട്, 4 5 6. അങ്ങനെയെങ്കിൽ ഇവയുടെ ആഡിഷൻ യു പ്ലസ് വി എന്ന് പറയുന്നത് എങ്ങനെയാണ് വെക്ടർ ആഡിഷൻ ഡിഫൈൻ ചെയ്യുന്നത്? പരസ്പരം കറസ്പോണ്ടിങ് കമ്പോണൻസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് കമ്പോണൻസും ആഡ് ചെയ്യുന്നു, 4 + 1 5, അടുത്ത 2 + 5 7, 3 + 6 9. ഇതാണ് വെക്ടർ അഡിഷൻ. ഓക്കെ, ഇതിനെ ജോമെട്രിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പാരലഗ്രം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഇപ്പോൾ യു എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്. അവയുടെ സമ്മിനെ എങ്ങനെയാണ് നമുക്ക് ജോമെട്രിക്കലി വരയ്ക്കാൻ പറ്റുന്നത്? ഇതാ നോക്കുക. ഇപ്പോൾ യു എന്ന് പറയുന്ന വെക്ടർ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് യു എന്ന് പറയുന്ന വെക്ടർ, ഇതാണ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ. അങ്ങനെയെങ്കിൽ ഇവയുടെ സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയും. ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ സം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വി എന്ന് പറയുന്ന വെക്ടർ നമ്മളിലുണ്ടല്ലോ, വി എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, ആ വി എന്ന് പറയുന്ന വെക്ടറിന് പാരലായിട്ട് ഡബ്ല്യുവിൻ്റെ ടെർമിനൽ പോയിൻറ്റിൽ നിന്ന് ഒരു പാരൽ വെക്ടർ വരയ്ക്കും. ഇതാണ് വി. ഓക്കെ, ഇതാണ് വി. അതിന് പാരലായിട്ട് ഞാനൊരു വെക്ടർ വരച്ചുകൊണ്ടോ, ഇതാണ് പാരൽ വെക്ടർ. ഓക്കെ, അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളെ ഡബ്ല്യു ഉണ്ടല്ലോ, ആ ഡബ്ല്യുവിൻ്റെ ടിപ്പിൽ നിന്നും, ഓക്കെ, അതായത് ടെർമിനൽ പോയിൻറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അവിടെ നിന്നൊരു പാരൽ വെക്ടർ വരച്ചു. സിമിലർലി അതുപോലെ തന്നെ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ നമ്മളേലുണ്ടല്ലോ, അതിന് പാരലായിട്ടൊരു വെക്ടർ വരയ്ക്കണം. അതെവിടുന്ന? ഈ വി നമ്മളേലുണ്ടല്ലോ, ആ വിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, വിയുടെ എൻഡിങ് പോയിൻ്റ്, ആ ടെർമിനൽ പോയിൻ്റ്, അവിടെ നിന്നൊരു പാരൽ വെക്ടർ വരച്ചു. ഒരു പാരൽ വെക്ടർ അല്ല, ഒരു ഡോട്ടഡ് ലൈനാണ്. ഓക്കെ, ആ ഒരു സം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ വരയ്ക്കുന്നത്. ഓക്കെ, അന്നേരം വി എന്ന് പറയുന്ന വെക്ടറിന് പാരലായിട്ട് ഡബ്ല്യുവിൽ നിന്നും ഞാനൊരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. അല്ല, ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടറിന് പാരലായിട്ട് വിയിൽ നിന്നും ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ഓക്കെ, ഈ 2 ലൈൻ സെഗ്മെൻറ്റ് എൻഡ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അതാ ഈ സാധനം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സം, വിയുടെയും ഡബ്ല്യുവിൻ്റെയും സം പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന വെക്ടർ, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന പോയിൻ്റ്. ഇപ്പോൾ ഒരു വെക്ടർ നമുക്ക് പോയിൻ്റ് ആക്കാമല്ലോ, പോയിൻ്റിനെ നമുക്ക് വെക്ടറും ആക്കാം. ഓക്കെ, സി ഡി എന്ന് പറയുന്നത് ഡബ്ല്യു ആണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ഇവയുടെ സം എന്ന് പറയുന്നത് ആ കമ്പോണൻസ് ആഡ് ചെയ്താൽ പോരെ, എയും സിയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് പോയിൻറ്റ്, ബിയും ഡിയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ആ സമ്മിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ്. ഓക്കെ, അത് എ പ്ലസ് സി ബി പ്ലസ് ഡി എന്ന് പറയുന്ന ആ കോർഡിനേറ്റ് എവിടെയാണെന്ന് അറിയാനായിട്ടാണ് ഞാൻ ഈ വരച്ചത്. അത് ഈ പറഞ്ഞ ഈ പോയിൻറ്റിലായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഒറിജിനിൽ നിന്നും ആ പോയിൻറ്റിലോട്ടൊരു ഡയറക്റ്റ് ലൈൻ സെഗ്മെൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും വി പ്ലസ് ഡി എന്ന് പറയുന്ന വെക്ടർ, അതായത് ഈ തന്നിരുന്ന 2 വെക്ടറിൻ്റെ സം. ഓക്കെ, ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. നമ്മൾ ഓൾറെഡി മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും ഞാനൊന്ന് ബ്രീഫായിട്ട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഇതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ. ഒരു വെക്ടർ തന്നു, ആ വെക്ടറിൻ്റെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ജോമെട്രിക്കലി, അതൊന്ന് നോക്കുക. ഇപ്പം ഇതൊരു എക്സ് വൈ പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഇപ്പോൾ വി എന്ന് പറയുന്നൊരു വെക്ടർ, ഇതാണ് വി എന്ന് പറയുന്നൊരു വെക്ടർ എന്ന് വിചാരിക്കും. ഓക്കെ, വി എന്ന് പറയുന്നൊരു വെക്ടർ. ഓക്കെ, വി എന്ന് പറയുന്നൊരു വെക്ടർ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് നോക്കിയാൽ മതി. വി എന്ന് പറയുന്നൊരു വെക്ടർ ഞാൻ വരച്ചു. അങ്ങനെയെങ്കിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, ഇപ്പോൾ വി നമ്മൾ വരച്ചു കഴിഞ്ഞു, സി ഇൻറ്റു വി, ഒരു സ്കെയിലാർ. സി എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആകാം. ഓക്കെ, ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ വെക്ടറിനുണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, ജനറലായിട്ടാണ് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ, അതാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ ഈ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ സി എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം ഞാൻ സി എന്ന് പറയുന്നത് ഒരു 2 or 3 അങ്ങനെ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അന്നേരം സി 2 ആണ് എടുക്കുന്നതെങ്കിൽ അതിനർത്ഥം 2 times വി എന്നാണ്. അതായത് നമ്മുടെ ഒറിജിനൽ വെക്ടർ വി ആണല്ലോ ഞാൻ ഈ വരച്ചിരിക്കുന്നത്, വി. ഓക്കെ, അതിൻ്റെ ഇരട്ടി എന്നാണ് അർത്ഥം. അതായത് അതിൻ്റെ ഇരട്ടിയാവും വെക്ടർ 2v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കെയിലാർ മൾട്ടിപ്പിൾ. 3v ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ 3 times, ആ വെക്ടറിൻ്റെ 3 times വരും. ഓക്കെ, ഇതാണ് മീനിങ്.
ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് 2ഉം 3 ആയപ്പോഴല്ലേ ഇങ്ങനെ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് വരാം, -2 എന്ന് വരാം. -2 ആകുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങൾ മൈനസ് എന്നുള്ളതങ്ങ് മറന്നേക്കുക. ഓക്കെ, 2 ടൈംസ് ആകുമ്പോഴത്തേക്ക് ഈ വെക്ടറിൻ്റെ വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഇരട്ടിയല്ലേ. ഓക്കെ, അതിൻ്റെ വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കണം. അതാണ് നെഗറ്റീവ് വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. ഈ വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഇരട്ടി -2v എന്ന് വരും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അന്നേരം ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ, വെക്ടേഴ്സിൻ്റെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ജോമെട്രിക്കലി വരുമ്പോഴത്തേക്ക് ഇത് വി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ടൈംസ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാകും. ഓക്കെ, 3 ടൈംസ് ആണെങ്കിൽ കുറച്ചും കൂടെ വരും. ഓക്കെ, ഒറിജിനൽ വെക്ടറിൻ്റെ 3 ടൈംസ്. ഇനി നെഗറ്റീവ് ഇതേപോലെ തന്നെ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് വി ആണ് എങ്കിൽ -2v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. വെക്ടർ ഒറിജിനൽ വെക്ടറിൻ്റെ ഇരട്ടിയാകും. ഓക്കെ, ഇതാണ് -2v എന്ന് പറയുന്നത്. ഇത് വി, ഇത് -2v. ഓക്കെ, ഇനി വേണമെങ്കിൽ ഫ്രാക്ഷൻ വരാം. ഇപ്പം വി എന്ന് പറയുന്ന വെക്ടർ ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം സപ്പോസ് ഇതാണ് വി എന്ന് പറയുന്ന വെക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് വി എന്ന് പറയുന്ന വെക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, വി അങ്ങനെയെങ്കിൽ 1/2 × വി എന്ന് വെച്ചാൽ എന്താണ്, വിയുടെ പകുതി. ദാറ്റ് മീൻസ് 1/2 × വി എന്ന് പറയുന്നത് ഇവിടെ വരും, നേരെ പകുതിയാവും. ഓക്കെ, ഇതാണ് 1/2 × വി. 1/2 × വി. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അന്നേരം ഇത്രയേ ഉള്ളൂ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനെ സിമ്പിളായിട്ട് അവർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു മാത്രം. ഇതൊരു വി ആണ് എങ്കിൽ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ ഒരു ഫോമിലായിരിക്കും, ഈ ഒരു പാറ്റേണിലായിരിക്കും. ഓക്കെ, എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് സിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ 2 ടൈംസോ 3 ടൈംസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് കൂടും. ഓക്കെ, അല്ലെങ്കിൽ എക്സാമ്പിൾ പ്രകാരം നേരത്തെ ഞാനിപ്പോൾ തൊട്ട് മുമ്പ് എക്സാമ്പിൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഏതെങ്കിലും ഫ്രാക്ഷൻ നമ്പർ 1/2 1/3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒറിജിനൽ വെക്ടറിൽ നിന്നും അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 1/3 ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, ഇനി നെഗറ്റീവ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഈ R2 R3യിലേക്ക് സബ്സ്പേസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. സബ്സ്പേസുകളുടെ ഏതൊക്കെ സബ്സ്പേസ് മീൻസ് തരുന്ന ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഏതെങ്കിലും ഒരു സബ്സെറ്റുകൾ. ഓക്കെ, സബ്സ്പേസ് ഇനിയേ വരത്തുള്ളൂ. അന്നേരം R2 R3യിലെ ഏതെങ്കിലും സബ്സെറ്റുകൾ നമുക്ക് തരും. ആ സബ്സെറ്റുകൾ എന്താണ്, R2യിലെ ഏത് സബ്സെറ്റാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഇത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ: ഗിവ് എ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി സബ്സെറ്റ് W of R2 ഡിഫൈൻഡ് ബൈ. ഒരു W എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, R2യിലതാണ്. R2 ആണെന്നുള്ള മനസ്സിലാക്കാൻ കാണുമ്പോൾ തന്നെ അറിയാം 2 കമ്പോണൻ്റ് ആണ്. ഓക്കെ, R2യിൽ ഏതോ ഒരു വെക്ടറാണ് തന്നിരിക്കുന്നത്. ആ വെക്ടറിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം x1 x2 എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സബ്സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് x1 + x2 2 ആകും. ഓക്കെ, x1ഉം x2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 വരും. അത്തരത്തിലുള്ള കളക്ഷൻസ് മാത്രമേ ഈ സബ്സെറ്റിനകത്ത് വരൂ. ഓക്കെ, എല്ലാ വെക്ടറൊന്നും വരില്ല. x1ഉം x2ഉം ഏത് റിയൽ നമ്പറും ആകില്ല ഇവിടെ. ഓക്കെ, ഇവിടെ കണ്ടീഷൻ പറയുന്നുണ്ട് ഈ ഫസ്റ്റ് കമ്പോണൻറ്റും സെക്കൻഡ് കമ്പോണൻറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 വരും. അത്തരത്തിലുള്ള വെക്ടേഴ്സ് മാത്രം അടങ്ങുന്നതാണ് ഈ W എന്ന് പറയുന്ന സബ്സെറ്റ്. ഓക്കെ, ഇത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതാണ് ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ചോദിച്ചിരിക്കുന്നത്. എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അതറിയാനായിട്ട് വലിയ പാടൊന്നുമില്ല. കാര്യം ഇത് R2യിലതാണെന്ന് നമുക്കറിയാമല്ല. R2 മീൻസ് XY പ്ലെയിൻ എന്നാണ്. XY പ്ലെയിനിൽ നമ്മൾ പൊതുവേ കമ്പോണൻസിനെ നമ്മൾ XY എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ x1 x2 എന്നുള്ളത് XY എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അന്നേരം ഇത് x1 ഒരു എക്സും x2 ഒരു വൈയും ഒന്ന് കൊടുത്തു. ഓക്കെ, ഈ ഇക്വേഷനിൽ. ഓക്കെ, അന്നേരം എന്താ വരും? x + y = 2 എന്ന് വരും. ഓക്കെ, x + y = 2 എന്ന് വെച്ചാൽ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് R2ൽ ax + by = c എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്? ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ax + by = c എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഓക്കെ, അതായത് ഇവിടെ തന്നിരിക്കുന്ന സബ്സെറ്റ് എന്ന് പറയുന്നത് W എന്ന് പറയുന്ന ഈ സബ്സെറ്റ് എന്ന് പറയുന്നത് ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അതവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ജോമെട്രിക്കലി W ഈസ് ദി ലൈൻ ഇൻ ദി പ്ലെയിൻ വിത്ത് ഇക്വേഷൻ x + y = 2. x + y = 2 എന്ന് പറയുന്ന ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ സബ്സെറ്റ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ അത് വരയ്ക്കാം. x + y = 2 എന്ന് പറയുന്ന ലൈൻ എങ്ങനെ വരയ്ക്കാം?
അത് ലൈൻ്റെ ഇക്വേഷൻ വരയ്ക്കാനായിട്ട് എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പോൾ x+y=2 നിങ്ങൾക്ക് തന്നിരിക്കുവാണ്. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ തന്നിരിക്കുവാണ്. അതിൽ ഈ 2 എന്ന് പറയുന്നത് ഈ സാധനം 0 ആകാൻ പാടില്ല. 0 അല്ലെങ്കിലാണ് ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അന്നേരം x+y=0 അല്ലാത്ത ഏത് നമ്പറാണെന്നുണ്ടെങ്കിലും അത് വരയ്ക്കാനായിട്ട് നിങ്ങൾ ആദ്യം എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ശരിയല്ലേ? അന്നേരം ഇപ്പോൾ നമുക്കൊരു കോർഡിനേറ്റ് കിട്ടി. 0, 2 എന്ന് പറയുന്നൊരു കോർഡിനേറ്റും 2, 0 എന്ന് പറയുന്നൊരു കോർഡിനേറ്റും. അത് XY പ്ലെയിൻ അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ കോർഡിനേറ്റ് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. 0, 2 എന്ന് പറയുന്ന കോർഡിനേറ്റും 2, 0 എന്ന് പറയുന്ന കോർഡിനേറ്റും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ 2 പോയിൻറ്റുകളുണ്ടല്ലോ അവ തമ്മിൽ നീട്ടി അങ്ങ് വരച്ചാൽ മതി. ഇതായിരിക്കും x+y=2 എന്ന് പറയുന്ന ലൈൻ. ഇത്രയേ ഉള്ളൂ സംഗതി. ക്ലിയർ ആണല്ലോ? അതാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദ ലൈൻ x+y=2. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് W be the subset of R2 defined by. W എന്ന് പറയുന്നത് R2ൻ്റെ സബ്സെറ്റാണ്. അവിടെ ഓരോ W എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തിനാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. എക്സ് സച്ച് ദാറ്റ് x1 x2, x1 = -3x2. അതെ, x1 = -3x2. അന്നേരം ഇത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ആദ്യം നമ്മളൊന്ന് അറിയണം. ഇതാ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x1 എന്ന് വെച്ചാൽ x ആയിട്ട് എടുക്കുക, x2 എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കുക. കാര്യം ഇത് R2ൻ്റെ സബ്സെറ്റാണ്. R2 വെച്ചാൽ XY പ്ലെയിനാണ്. XY പ്ലെയിനകത്തുള്ള ഏതോ ഒരു സാധനമോ, ലൈനാകാം, ഏതെങ്കിലും റീജിയനാകാം, സർക്കിളാകാം, പരാബോളയാകാം, എന്ത് വേണേലും ആകാം. R2നകത്തുള്ള ഏതോ ഒരു ഫിഗർ, ആ ഫിഗർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, R2നകത്തുള്ള ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അത് അതിൻ്റെ ഒരു സബ്സെറ്റാണല്ലോ. ഓക്കെ, അന്നേരം അത്തരത്തിലുള്ളൊരു സബ്സെറ്റ് ആണെന്നിരിക്കുന്നത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിനെന്താ x1 പകരം x എന്നും x2 പകരം y എന്നും കൊടുത്താൽ മതി. അന്നേരം എന്താ വരും? x = എന്താ വരും? -3y എന്ന് വരും. ഓക്കെ, x = -3y. ഇതിൽ നമുക്ക് വേണമെങ്കിൽ y കണ്ടെത്താം. y = -3 അപ്പുറം കൊണ്ടുമ്പോൾ വരും -1/3x എന്ന് വരും. ഓക്കെ, ഇതിപ്പോൾ y = mx എന്നുള്ള ഫോമില. y = mx. y = mx. എന്താണ് y = mx? അതിൻ്റെ ഫോം എങ്ങനെയാണ്? y = mx. y = mx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ്. y = mx വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ. അത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ. അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ കിടക്കുന്നു x+3y = 0. ഇതല്ലേ നമുക്ക് തന്നിരുന്ന സാധനം. ക്വസ്റ്റ്യൻ എന്താണ്? x1 = -3x2 എന്നല്ലേ? ഓക്കെ, എക്സിന് വരെ ഞാൻ x കൊടുത്തു, which is equal to -3, x2 വരെ y കൊടുത്തു. അതായത് x+3y = 0. അതാണ് ഈ സാധനം. ഓക്കെ, അതിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇതിൽ നിന്ന് y = -1/3x എന്ന് എഴുതുക. കാര്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ്റെ ഫോമിലോട്ട് മാറ്റിയാൽ മതി. y = mx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ. ഓക്കെ, അത് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, XY പ്ലെയിനിൽ ഒന്നെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഓക്കെ, ഇങ്ങനെ വരുന്നത് m പോസിറ്റീവ് ആകുമ്പോൾ, അല്ലെങ്കിൽ ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആകുമ്പോൾ y = mx. ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ നേരെ തിരിഞ്ഞ് വരും, ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയത് y = -1/3x എന്നല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവാണ്. സോ അതിൻ്റെ ഫിഗർ ഏകദേശം ഇത്തരത്തിൽ വരും. ഓക്കെ, ഒരു റഫ് ഫിഗർ വരച്ചാൽ മതി. കാര്യം ഇവിടെ ഫിഗർ വരയ്ക്കാൻ നമുക്ക് 2 സ്പേസ് ആയതുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന ഫിഗറുകളല്ല, അതുകൊണ്ട് വരയ്ക്കാം. 3 സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വരയ്ക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ വരച്ച് കുളമാക്കണ്ട. നമ്മളത് എന്താ സാധനം എന്നുള്ളത് സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അന്നേരം ഇവിടെ നമ്മൾക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. ജോമെട്രിക്കൽ W എന്ന് പറയുന്നത് ലൈനാണ് ഇൻ ദി പ്ലെയിൻ വിത്ത് ഇക്വേഷൻ x+3y = 0. ഇതാണ് സംഗതി. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് ഇത് W = set of all u such that u is equal to x. വരെ u എന്ന് വന്നിരിക്കുന്നേ ഉള്ളൂ. എന്ത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാമല്ലോ വെക്ടറിന്. u is equal to cd, c+d > 0. അന്നേരം cd എന്നുള്ളതാണ് വെക്ടർ. ഇവിടുത്തെ കണ്ടീഷൻ c+d എന്ന് പറയുന്നത് > 0 ആണ്. ഓക്കെ, അന്നേരം എക്സിന് പകരം c ആണ്, വൈക്ക് പകരം d ആണ്. നിങ്ങൾക്ക് സിക്ക് വരെ എക്സ് കൊടുക്കുക. അന്നേരം ഈക്വേഷൻ വരും x+d വരെ y കൊടുക്കുക. x+y > 0 എന്നുള്ളതാണ് നമ്മുടെ XY പ്ലെയിനിലെ ഫിഗർ. ഓക്കെ, x+y > 0.
അതിനാദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത്തരത്തിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടെത്താനായിട്ട് ആദ്യം എക്സ് പ്ലസ് വൈ ഇതിന് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്താണെന്ന് ആദ്യം എഴുതും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താ വരും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് അപ്പുറമോ മൈനസ് എക്സ് എന്ന് വരും. വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് വരും. ഇത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്നുള്ള ഫോമിലല്ലേടെ? വൈ ഇസ് ഈക്വൽ ടു എം എക്സ്, എമ്മിൻ്റെ വാല്യൂടെ -1 ശരിയല്ലേടെ? കാര്യം മനസ്സിലായോ? വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്നാണ് കിടക്കുന്നത്. ഇത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്നുള്ള ഫോമിലാണ്. എം ഇവിടെ നെഗറ്റീവാണ്. നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇങ്ങനെ വരും. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നല്ലേ? ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരുന്നത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ്. ഓക്കെ, ഇനി അതുകൂടാതെ നമ്മളിപ്പോൾ എടുത്തത് നമുക്ക് തന്നിട്ടുള്ള സാധനം എന്താണ്? സി പ്ലസ് ഡി, അതായത് വൈ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇപ്പം നമ്മൾ വരച്ചത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനാണ് ഇപ്പം വരച്ചത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്, ആ ലൈനാണ് ഇപ്പം വരച്ചത്. പക്ഷേ നമുക്ക് വേണ്ടത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അതിന് മുകളിലോട്ടുള്ള പോർഷൻ ഇതാണ് വരുന്നത്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് തന്നിരുന്നതെങ്കിൽ ആ ലൈനിന് താഴോട്ടുള്ള പോർഷൻ വന്നേനെ. ക്ലിയർ ആണല്ലോ? അന്നേരം ഇവിടുത്തെ റീജിയൻ എന്താണ്? ആ ലൈനിന് മുകളിലോട്ടുള്ള പോർഷനും. ക്ലിയർ ആണല്ലോ? അതാണ് ഇതാ ഇവിടെ സെൻറ്റൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജോമെട്രിക്കലി ഡബ്ല്യു ഇസ് ദ റീജിയൻ എബവ് ദി ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. ആ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനിന് മുകളിലുള്ള പോർഷൻ. ഓക്കെ, അതിൻ്റെ ഫിഗർ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് വരച്ചിരിക്കുന്നത്. കണ്ടോ? എക്സ് ആക്സ് വൈ ആക്സ് വരച്ചു. ഇതാണ് ആ ലൈൻ, ഒറിജിനോട് പാസ് ചെയ്യുന്ന ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ടുള്ള പോർഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി തേർഡ് വൺ പറയുന്നത് ഡബ്ല്യു ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ബി കോമ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 4. അന്നേരം ഇവിടെ തന്നിരിക്കുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 4 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്സെറ്റാണ്. അന്നേരം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എക്സ് ആക്കി കൊടുക്കുക, ബി എന്ന് പറയുന്നത് വൈ ആക്കി കൊടുക്കുക. അന്നേരം എന്താ വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് വരും. ഇത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന? വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ. എന്താണ് ഈ സാധനം? സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. സെൻറ്റർ ഒറിജിനും റേഡിയസ് 6 സെൻറ്റർ ഒറിജിനും റേഡിയസ് 6 സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4, അതായത് 2 സ്ക്വയർ. ദാറ്റ് മീൻസ് ഇതെന്ന് വെച്ചാൽ എന്താണ്? സെൻറ്റർ ഒറിജിനും 2 റേഡിയസുമുള്ള സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സാധനം വന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ് വൈ പ്ലെയിനിലെ സർക്കിളാണ് ഈ തന്നിരിക്കുന്ന സബ്സെറ്റ് എന്നർത്ഥം. ഓക്കെ, അത് നിങ്ങൾക്ക് എഴുതാമല്ലോ. ജോമെട്രിക്കലി ഡബ്ല്യു ഇസ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻ ദി എക്സ് വൈ പ്ലെയിൻ വിത്ത് സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് 2. ഇതാണ് സംഗതി. അത് നിങ്ങൾക്ക് വരയ്ക്കാമല്ല. 2 റേഡിയസ് ഉള്ളൊരു സർക്കിൾ ജസ്റ്റ് വരച്ചു വെച്ചു ഇവിടെ. ആണ്ട് എക്സ് ആക്സ് വൈ ആക്സ് വരച്ചു. ഒറിജിൻ ഇത് 1 യൂണിറ്റ് 2 യൂണിറ്റിൽ ഒരു സർക്കിൾ അങ്ങ് വരച്ചു. ഇത്രയേ ഉള്ളൂ സംഗതി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്തൊരു 3 സ്പേസിലെ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ഡബ്ല്യു ബി ദി സബ്സെറ്റ് ഓഫ് R3 ഡിഫൈൻഡ് ബൈ. അന്നേരം R3യുടെ സബ്സെറ്റാണ് വന്നിരിക്കുന്നത്. R3യുടെ സബ്സെറ്റാന്ന് പറയുമ്പോഴത്തേക്ക് നോക്കണം 3 കമ്പോണൻസ് ആണ്. കണ്ട? ഓക്കെ, തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സബ്സെറ്റുകളൊക്കെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടാകുന്ന ചോദ്യം. ഓക്കെ, ജോമെട്രിക്കലി ഇത് എന്തിനെയാണ് മീൻ ചെയ്യുന്നത് ഈ സബ്സെറ്റുകൾ എന്നുള്ളതാണ് ചോദ്യം. വേറൊന്നുമില്ല. ഓക്കെ, വരയ്ക്കാൻ പറ്റുന്ന ഫിഗേഴ്സ് വരയ്ക്കുക, അല്ലാത്തത് വരച്ച് തെറ്റിക്കേണ്ട. ഓക്കെ, വിട്ടേക്കുക. അതിലൂടെ തന്നിരിക്കുന്നത് x1 x2 1 എന്നുള്ളതാണ്. ഓക്കെ, x1 x2 1 ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണുന്നതെന്നറിയാം. ഈ തേർഡ് കമ്പോണൻറ്റ് 1 ആണ്. ഓക്കെ, അതായത് ഇസഡിൻ്റെ വാല്യൂ 1 അവിടെ വന്നിരിക്കുന്നത്. അത് ഫിക്സഡാണ്, അത് മാറത്തില്ല. ഓക്കെ, x1ഉം x2ഉം റിയൽ നമ്പേഴ്സാണ്. ഈ x1നും x2നും നിങ്ങൾക്ക് ഏത് റിയൽ നമ്പറും കൊടുക്കാം. പക്ഷേ തേർഡ് കമ്പോണൻറ്റ് 1 ആണ്, അത് ഫിക്സഡാണ്, അത് മാറത്തേയില്ല. അപ്പോൾ ഇത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലായോ? കാര്യം ഇത് ഓൾറെഡി ഇത്തരത്തിലുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാര്യം ഇവിടെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പരും വരാമെന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ Z1 ആണ്, ഫിക്സഡാണ്. Z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഫിക്സഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ഇക്വേഷൻ കിട്ടും. അതായത് ഈ തന്നിരിക്കുന്ന സബ്സെറ്റ് എന്ന് പറയുന്നത് Z ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനാണ്. Z ഈക്വൽ ടു 1, കാര്യം ഇത് 1 ഫിക്സഡാണ്, അതുകൊണ്ടാണ് അത്തരത്തിൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, Z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഫിക്സഡാണ്. ഓക്കെ, Z മാറത്തേ ഇല്ല. ഓക്കെ, അതായത് ഏത് എക്സിനും വൈക്കും നിങ്ങൾ ഏത് പോയിൻ്റ് കൊടുത്താലും ഇവിടെ x1 x2 എന്നുള്ളത് എന്ത് കൊടുത്തു കഴിഞ്ഞാലും Z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് മാറത്തില്ല. അത് ആ 1 കൂടെ തന്നെ പാസ് ചെയ്യുക.
ഓക്കെ, ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനാണിത്. ദാറ്റ് മീൻസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനാണിത്. ഓക്കെ, അതിൻ്റെ ഫിഗർ ഇത്തരത്തിൽ വരും. ഇതാണ് ഫിഗർ. എക്സ് ആക്സ്, വൈ ആക്സ്, സെഡ് ആക്സ് വരയ്ക്കാൻ അറിയാമല്ലോ. ഇതാണ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിൻറ്റ്. ഓക്കെ, ഇസഡ് ആക്സിസിൽ ഇസഡ് ഈക്വൽ ടു 1, ആ 1 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ 1 കൂടെ കട്ട് ചെയ്ത് പോകുന്നൊരു പ്ലെയിനാണ്. ഇവിടെ എക്സിനും വൈക്കും എന്ത് വാല്യൂം വരാം, പക്ഷേ ഇത് പാസ് ചെയ്യുന്ന എവിടെയാണ്? 1 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തോന്നുന്നതാണ് 1 കൂടെ കട്ട് ചെയ്ത് പോകുന്ന പ്ലെയിനാണിത്. ഓക്കെ, അവിടെ എക്സും വൈയും എന്തും ആകാം. സോ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനാണ് ഈ തന്നിരിക്കുന്ന സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഇസഡ് ഈക്വൽ ടു 1 വരാം, വേറെ ഏതെങ്കിലും കമ്പോണൻറ്റ് വരാം. വേണമെങ്കിൽ ഇങ്ങനെ വരാം, 2x2 x3. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ x2ഉം x3ഉം, അതായത് y കമ്പോണൻറ്റും ഇസഡ് കമ്പോണൻറ്റും എന്തും ആകാം, പക്ഷേ എക്സ് ഫിക്സഡ് ആണ്. അതിനർത്ഥം എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിൻ്റ് കൂടെ കട്ട് ചെയ്ത് പോകുന്ന, പാസ് ചെയ്ത് പോകുന്നൊരു പ്ലെയിനാണ്. പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ സാധനം. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഇനി രണ്ടാമത്തത് ഡബ്ല്യു ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു A0 0, A ഗ്രേറ്റർ ദാൻ 0. അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ A0 0 എന്നാണ്. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എ ആണ്, എ പോസിറ്റീവാണ്. വൈയും ഇസഡും 0 ആണ്, വൈയും ഇസഡും 0 ആണ്. അന്നേരം ഇത് R3യുടെ സബ്സെറ്റാണ്. നിങ്ങൾ XYZ പ്ലെയിനിൽ 3 ഡയമെൻഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. എന്താണ് ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്? Y 0 ആണ്, ഇസഡ് 0 ആണ്. വൈ ആക്സിസിൽ എക്സ് 0 ആണ്, ഇസഡ് 0 ആണ്. ഇസഡ് ആക്സിസിൽ എക്സും 0 ആണ്, വൈയും 0 ആണ്. ഓക്കെ, അതുപോലെ തന്നെ XY പ്ലെയിനിൽ ഇസഡ് 0 ആണ്. ഓക്കെ, YZ പ്ലെയിനിൽ എക്സ് 0 ആണ്, XZ പ്ലെയിനിൽ Y 0 ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അന്നേരം ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം, എന്താ Y 0 ആണ്, ഇസഡ് 0 ആണ്. വൈയും ഇസഡും 0 ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് ആക്സിസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാര്യം ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? Y 0 ആവുക, ഇസഡ് 0 ആവുക എന്നുള്ളതാണ്. അന്നേരം ഈ സാധനം എന്ന് പറയുന്നത് ഇവിടെ ഇത് ഇസഡ് ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഈ W എന്ന് പറയുന്ന സബ്സെറ്റ്, A00 എന്ന് പറയുന്ന സബ്സെറ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടും എക്സ് ആക്സിസ് ആണ്. പക്ഷേ എക്സ് ആക്സിസ് കംപ്ലീറ്റ് ഇവിടെ ആവശ്യമില്ല. കാര്യം എക്സ് ആക്സിസ് കംപ്ലീറ്റ് ആവശ്യമില്ലെന്ന് പറയാൻ കാര്യം എന്തെന്നറിയോ? ഇവിടെ എക്സ് കോർഡിനേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, എ ആണ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഒറിജിൻ കഴിഞ്ഞിട്ടാണല്ലോ പോസിറ്റീവ് വരുന്നത്. ഒറിജിൻ കഴിഞ്ഞിട്ട് ആ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ മാത്രമാണ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണല്ലോ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ കാണുന്ന മൊബൈലാണോ ലാപ്പാണോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അതായത് അതിൽ കൂടെ തുളച്ച് ബാക്കിലോട്ട് പോകുന്നു, അതിൻ്റെ ഫ്രണ്ട് നമ്മളെ നേരെ വരുന്നു. ഓക്കെ, ഒരു സൈഡ് ഒറിജിനിൽ നിന്ന് ബാക്കിലോട്ട് പോകുന്നു, അതുപോലെ തന്നെ നമ്മുടെ നേരെ നിൽക്കുന്നു. അതാണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സ് ആക്സിൽ ഏത് പോർഷൻ തൊട്ട് മതി? നിങ്ങൾ കാണുന്ന ആ ഫോൺ മുതൽ നമ്മളെ നേരോട്ടുള്ള പോർഷൻ മാത്രം മതി, പോസിറ്റീവ് ക്വാണ്ടിറ്റി. ആ ഫോൺ തൊട്ട് ബാക്കിലോട്ടുള്ളത് നെഗറ്റീവ് വാല്യൂസാണ്. അതിവിടെ ആവശ്യമില്ല. കാര്യം ഇവിടെ എന്താണ്? കാര്യം എ പോസിറ്റീവ് എന്നാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അന്നേരം പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് മാത്രമാണ് വരുന്നത്. ജോമെട്രിക്കലി W ഇസ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് മാത്രമാണ് വരുന്നത്, എക്സ്ക്ലൂഡിങ് ദ ഒറിജിനും ഇല്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായിരുന്നു എങ്കിൽ ഒറിജിനും കൂടി വന്നേനെ. ഇവിടെ ഗ്രേറ്റർ ദാൻ 0 എന്നാണ്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 കഴിഞ്ഞ് എന്നുള്ള മീനിങ്ങാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടി വന്നിരുന്നുവെങ്കിൽ ഒറിജിനും കൂടി വന്നേനെ. ഓക്കെ, അന്നേരം എക്സ്ക്ലൂഡിങ് ദ ഒറിജിൻ ഇൻ R3, സോ ഇറ്റ് ഈസ് ദ ഹാഫ് ഓപ്പൺ റേ. ഒരു റേ എന്നാണ് പറയുന്നതിന്. ഓക്കെ, ഒരു ചെറിയൊരു സാധനം റേ. ഓക്കെ, ഒരിടത്തുനിന്ന് ഒരു ഒറിജിൻ ഒരു സൈഡിൽ ഫിക്സഡ് ആണ്. ഓക്കെ, അതായത് ഒറിജിൻ കഴിഞ്ഞുള്ള പോയിൻറ്റ് അവിടുന്ന് ഫിക്സഡ് ആണ്. അത് കഴിഞ്ഞ് പോസിറ്റീവിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്, ഇൻഫിനിറ്റി വരെ പോകുന്നു. അതിനാണ് റേ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സൈഡ് ഫിക്സഡ്, മറ്റേ സൈഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് അവിടെ. സോ ഇറ്റ് ഈസ് ദ ഹാഫ് ഓപ്പൺ റേ, ഹാഫ് പകുതിയേ ഉള്ളൂ, ഹാഫ് ഓപ്പൺ റേ ഓൺ ദി എക്സ് ആക്സിസ് ദാറ്റ് സാറ്റിസ്ഫൈസ് ജസ്റ്റ് റൈറ്റ് ഓഫ് ദി ഒറിജിൻ്റെ റൈറ്റ് തൊട്ട് ആൻഡ് ഗോസ് ടു എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടം വരെ പോകുന്നു? പ്ലസ് ഇൻഫിനിറ്റി വരെ പോകുന്നത് ഇൻ ദി എക്സ് ഡയറക്ഷൻ. ഇതാണ് സംഗതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ?
അതെ, ഇതാണ് ആ തന്നിരിക്കുന്ന സാധനം. ഓക്കെ, ഇനി തേർഡ് വൺ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു x1 x2 x3 സച്ച് ദാറ്റ് x1 ഈക്വൽ ടു -x2 -2 x3. ഓക്കെ, x1 ഈക്വൽ ടു -x2 -2 x3. അന്നേരം ഇത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഈ സാധനം ഒരു ലീനിയർ ഇക്വേഷനാണ്. നിങ്ങളൊന്ന് അതിനൊന്ന് സ്റ്റാൻഡേർഡ് ഫോമിലോട്ടൊന്ന് മാറ്റി നോക്കേ. ഇപ്പോൾ x1 ഉണ്ടെങ്കിൽ എക്സ് കൊടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു -x2, അതായത് -y -2z. ഓക്കെ, അതിനല്ല ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു 0. അതായത് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് ഈക്വൽ ടു ഡി എന്നുള്ള ഫോമില. ഇത് എന്തിനാ റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 സ്പേസിൽ? ഇത് പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത്. പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡി എന്ന് പറഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആകാം. ഓക്കെ, നെഗറ്റീവ് ആകാം, പ്രശ്നമില്ല. ഓക്കെ, പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആകാം. എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് ഈക്വൽ ടു ഡി. ഓക്കെ, ഇവിടെ ഡി 0 ആണെന്ന് മാത്രം. അന്നേരം ഇത് ഒരു പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇത് വരയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് കാര്യം എന്താണെന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ജോമെട്രിക്കലി എന്തിനു റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതെന്ന് എഴുതി വെച്ചാൽ മതി. അന്നേരം അത് ഇത്തരത്തിൽ എഴുതിയാൽ മതി. എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സബ്സെറ്റാണ് എന്ന് ജസ്റ്റ് വേർഡിൽ എഴുതി വെച്ചാൽ മതിയാകും. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Geometrically W is the plane in 3 space with equation x plus y plus 2z equal to 0. Okay, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഗിവ് എ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി സബ്സെറ്റ് W ഓഫ് R3. അന്നേരം ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്. R3യിലെ ഒരു സബ്സെറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. a² പ്ലസ് b² പ്ലസ് c² ഈക്വൽ ടു 1 ആൻഡ് c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതും 3 സ്പേസിൽ നമ്മൾ 2 സ്പേസിൽ x² പ്ലസ് y² ഇസ് ഈക്വൽ ടു r² എന്ന് പറഞ്ഞാൽ സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒറിജിൻ സെൻറ്ററും r റേഡിയസും. അതുപോലെ തന്നെ 3 സ്പേസിൽ x² പ്ലസ് y² പ്ലസ് z² ഈക്വൽ ടു r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സെൻറ്റർ ഓറിജിനും r റേഡിയസുമുള്ള സ്ഫിയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. a² പ്ലസ് b² പ്ലസ് c² ഈക്വൽ ടു 1. അതിന് എക്സിലും വൈലോട്ട് ഇസലോട്ട് മാറ്റുമ്പോൾ എന്താ വരും? x² പ്ലസ് y² പ്ലസ് z² ഈക്വൽ ടു 1. ഓക്കെ, അന്നേരം സെൻറ്റർ ഓറിജിനും 1 റേഡിയസുമുള്ള സ്ഫിയറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് സ്ഫിയർ ഉണ്ടോ? ഇല്ല. അതാണ് ഇവിടെ തന്നെ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അത് ഇസഡിൻ്റെ നെഗറ്റീവ് പോർഷൻ ഇല്ലെന്നർത്ഥം. ഓക്കെ, അന്നേരം ഇതാണ് എക്സ് വൈ ഇസഡ് എങ്കിൽ ദിസ് വൈ ദിസ് എക്സ് ദിസ് ഈസ് ഇസഡ്. അങ്ങനെയെങ്കിൽ കംപ്ലീറ്റ് സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, കംപ്ലീറ്റ് സ്ഫിയർ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇസഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഇസഡ് ആക്സിസ് ഇതാണല്ലോ ഇസഡ് ആക്സിസ്. ഓക്കെ, അതിന് താഴോട്ടുമുണ്ട് നെഗറ്റീവ് പോർഷൻ. ആ നെഗറ്റീവ് പോർഷൻ ഇല്ല. ഓക്കെ, അതായത് ഇവിടം തൊട്ടേ റീജിയൻ സ്ഫിയർ ഉള്ളൂ എന്നർത്ഥം. ഒരു അപ്പർ ഹാഫ് പോർഷൻ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അന്നേരം ഫിഗർ എങ്ങനെ വരും? ഏകദേശം ഇങ്ങനെ വരും. ഇങ്ങനെ വരും. ഈ ഒരു ഹാഫ് പോർഷൻ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്ഫിയർ. ഒരു ഹാഫ് പോർഷൻ മാത്രം. ഓക്കെ, കാര്യം റീസൺ അറിയാമല്ല. ഇസഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 താഴോട്ടില്ല. ഇസഡ് നെഗറ്റീവ് എന്ന് വെച്ചാൽ താഴോട്ട് വരുന്നതാണ്. അതില്ലെന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അന്നേരം അതും ഒന്ന് ജസ്റ്റ് സെൻറ്റൻസിൽ എഴുതി വെച്ചാൽ മതി. ജോമെട്രിക്കലി W is the set of points on the upper half of the sphere. സ്ഫിയറിൻ്റെ അപ്പർ പാർട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് എഴുതി വെക്കുക. ഫിഗർ ഞാനിപ്പോൾ വരച്ച് കാണിച്ചല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. കാര്യം വരയ്ക്കാൻ പറ്റുന്ന ഫിഗറാണ്. ഓക്കെ, ഇനി ഒരു 1-2 ചെറിയ ക്വസ്റ്റ്യൻ കൂടി. ഗീവ് എ സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ give a set theoretic description of the given points as a subset W of R2. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് താഴെ തന്നിരിക്കുന്ന സബ്സെറ്റിൻ്റെ. അതായത് വേറൊന്നുമില്ല. അതായത് നമ്മളിതാ ഇപ്പോൾ ഈ ചോദ്യം ചെയ്തല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സബ്സെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ സബ്സെറ്റിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ എഴുതി. പക്ഷേ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ തന്നിട്ടുണ്ട്. എന്താണ് സബ്സെറ്റ് എന്നുള്ളത് ജോമെട്രിക്കലി അവിടെ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ സെറ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതാൻ. ഓക്കെ, അത് ഈ സെറ്റ് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യും. ഈ രീതിയിൽ സബ്സെറ്റിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അത് നമുക്കിവിടെ തന്നിരിക്കുന്ന സാധനം ജോമെട്രിക്കലി ഉള്ള സാധനം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ എങ്ങോട്ട് മാറ്റണം? ഈ രീതിയിലോട്ട് മാറ്റണം. ഇത്തരത്തിൽ ഈ ഒരു ഫോമിലോട്ട്
സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ ഫോമിലോട്ട് മാറ്റണം. ഇതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അന്നേരം വളരെ സിമ്പിളാണ്. ഇതാ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ദ പോയിൻറ്റ്സ് ഓൺ ദി എക്സ് ആക്സിസ് R2 ആണേ. ഓക്കെ, R2ലെ എക്സ് ആക്സിസിലെ പോയിൻറ്റ്സ്, എക്സ് ആക്സിലെ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സ്. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സ് എന്താണ്? ഇക്വേഷൻ ഓഫ് എക്സ് ആക്സ് y = 0. ഇക്വേഷൻ ഓഫ് വൈ ആക്സ് എന്താണ്? x = 0. അത് എക്സ് ആക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ y 0 ആണെന്നുള്ളതാണ്. ഓക്കെ, ഏത് പോയിൻ്റ് എടുത്താലും y 0 ആണെന്നുള്ളതാണ്. സോ അന്നേരം ഈ എക്സ് ആക്സിലെ പോയിൻ്റ് പ്രത്യേകത വെച്ചിട്ട് നമുക്ക് സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാം? W = എങ്ങനെ എഴുതാം? W = set of all x such that x is equal to, x എന്ന് വെച്ചാൽ എന്താണ് x? എക്സ് ആക്സിസിലെ പോയിൻറ്റ്, എക്സ് ആക്സിലെ പോയിൻ്റ് പ്രത്യേകത എന്താണ്? y ഫിക്സഡ് ആണ്, 0 ആണ്. കാര്യം ഏത് പോയിൻ്റ് എടുത്താലും y 0 ആണ്. ഓക്കെ, ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മാറി മാറി വരും. ഓക്കെ, എക്സിൻ്റെ കമ്പോണൻറ്റ് മാറി മാറി വരും. അതുകൊണ്ട് അവിടെ എ എന്ന് കൊടുത്തത്. y എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. കാര്യം എക്സ് ആക്സിൽ എല്ലായ്പ്പോഴും ഏത് പോയിൻ്റ് എടുത്താലും y 0 ആണ്. ഓക്കെ, ഇതാണ് സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ. എ എന്ന് പറയുന്ന റിയൽ നമ്പറാണ്, A belongs to R. ഇതാണ് സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇത്തരത്തിൽ എഴുതിയാലും മതി. A0, A is any റിയൽ നമ്പർ. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തത് ദ പോയിൻറ്റ്സ് ഓൺ ദി ലൈൻ y = 2. ഇത് എക്സ് ആക്സ് വൈ ആക്സ് ഞാൻ വരച്ചു. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. y = 1, y = 2. y = 2 എന്ന് പറയുന്ന ലൈൻ, y = 2 എന്ന് പറയുന്ന ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? y = 2 എന്ന് പറയുന്ന പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഇതാണ്. ഓക്കെ, ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ വൈയുടെ വാല്യൂ ഫിക്സഡാണ്. കാര്യം y = 2 കൂടെ പാസ് ചെയ്യുന്ന ലൈനിൽ വൈയുടെ വാല്യൂ എന്താ? 2 തന്നെയാണ്. പക്ഷേ എക്സ് എന്തോ ചെയ്യും? എക്സ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, y2 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അന്നേരം അവിടുത്തെ പോയിൻറ്റ്സ് ഈ ഒരു ഫോമിലായിരിക്കും, A2 എന്നുള്ള രീതിയിലായിരിക്കും. കാര്യം y2 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. എക്സ് എന്ന് പറയുന്നത് എനി റിയൽ നമ്പർ, ഏത് വേണേലും വരാം. ഓക്കെ, മാറി മാറി വരും. അന്നേരം അതാണ് എഴുതിയിരിക്കുന്നത് A2 where A is any റിയൽ നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എഴുതാം W = x such that x is equal to, ഇങ്ങനെ എഴുതാം, A2, A belongs to R റിയൽ നമ്പർ. ഇങ്ങനെയും എഴുതാം. ക്ലിയർ ആണല്ലോ. ഇനി R3യുടെ കൂടെ ഒരു സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ചെയ്തിട്ട് നിർത്താം. ഗിവ് എ സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗിവൺ പോയിൻറ്റ്സ് ആസ് എ സബ്സെറ്റ് W of R3. ഓക്കെ, അന്നേരം ദ പോയിൻറ്റ്സ് ഓൺ ദി പ്ലെയിൻ x + y - 2z = 0. x + y - 2z = 0. വളരെ സിമ്പിളായിട്ട് എഴുതാം. കാര്യം ഇതൊരു പ്ലെയിൻ ആണെന്നുള്ള ഞാൻ തൊട്ടുമ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തായിരുന്നു. ഈ സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് തൊട്ടുമുമ്പുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അന്നേരം ഇതിനെ മാറ്റാനായിട്ട് എന്തോ ചെയ്താൽ മതി? ഇത് ഇതേപോലെ അങ്ങ് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. x1, x2, x3 കൊടുത്ത്, എക്സിന് വരും x1ഉം വൈക്ക് വരും x2ഉം ഇസഡിന് വരും x3യും കൊടുത്തൊക്കെ എഴുതിയാൽ മതി. സെറ്റാക്കി W = എങ്ങനെ വരും? സെറ്റ് ഫോർ x such that x is equal to, x എന്ന് വെച്ചാൽ എന്താണ്? x1, x2, x3, എന്താ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ? x + y - 2z = 0 എന്നല്ലേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിനെ x1, x2, x3 ടേം എഴുതിയാൽ മതി. അതായത് x1 + x2 - 2x3 = 0. ഇതാണ് സെറ്റ് തിയററ്റിക് ഡിസ്ക്രിപ്ഷൻ. x such that x is equal to x1, x2, x3, x1 + x2 - 2x3 = 0. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. x1, x2, x3 such that the condition is this one. ഓക്കെ, ഇനി അടുത്തത് ദ പോയിൻറ്റ്സ് ഇൻ ദി YZ പ്ലെയിൻ. ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് സൂചിപ്പിച്ചിരുന്നു. YZ പ്ലെയിനിലെ പോയിൻറ്റ് എന്താണ്? YZ പ്ലെയിനിൽ എന്താണ്? x 0 ആണ്. YZ പ്ലെയിനിൽ x 0 ആണ്. XZ ആണെന്നുണ്ടെങ്കിൽ y 0 ആണ്. ഓക്കെ, അന്നേരം YZ പ്ലെയിൻ ആകുമ്പോൾ x 0 ആണ്. വൈയും ഇസഡും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. വൈക്കും ഇസഡിനും ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം. അന്നേരം YZ പ്ലെയിനിലെ പോയിൻ്റ് ഫോം എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. ഓക്കെ, അതായത് x 0 ആണ്, അത് ഫിക്സഡാണ്. ഓക്കെ, വൈയും ഇസഡും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഞാൻ x2 എന്നും x3 എന്നും കൊടുത്തു. വേർ x2 ആൻഡ് x3 ആർ എനി റിയൽ നമ്പേഴ്സ്. ഇതാണ് YZ പ്ലെയിനിലെ സബ്സെറ്റിന് സെറ്റ് ഡിസ്ക്രിപ്ഷൻ ഫോമിൽ എഴുതുന്ന രീതി. ക്ലിയർ ആണല്ലോ. അന്നേരം തൽക്കാലം ഇത്രയും നീക്കട്ടെ. കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.